എനിക്ക് മനസ്സിലാകുകയുണ്ടായി. നമ്മുടെ നെടുപറഞ്ചാലിൻ്റെ ഒരു വലിയ സവിശേഷത ഇവിടെ പരസ്പര ഐക്യത്തോടെയും കൂട്ടായ്മയോടെയും പ്രവർത്തിക്കുന്ന ധാരാളം സംഘടനകളുണ്ട് എന്നുള്ളതാണ്. പള്ളിയുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഭക്തർ സംഘടനകൾ ഉൾപ്പെടെ പൊതു രംഗത്ത് പ്രവർത്തിക്കുന്ന സാമൂഹിക സേവനങ്ങൾ ചെയ്യുന്ന സംഘടനകൾ ഉൾപ്പെടെ പരസ്പര കൈകോർത്ത് പ്രവർത്തിക്കാൻ ഇഷ്ടമുള്ള ആളുകളുടെ ഒരു പ്രദേശമാണ് നെടുമ്പറഞ്ചാൽ. അതെനിക്ക് വലിയ ഒരു സന്തോഷം നൽകുന്ന കാര്യമാണ്. പലയിടങ്ങളിൽ നമ്മൾ ആളുകളെ ഇതിനൊക്കെ പ്രേരിപ്പിച്ച് നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ടുവരേണ്ട അവസ്ഥയുള്ളപ്പോൾ ഇവിടെ സ്വമനസ്സോടെ സന്തോഷത്തോടെ കൂടുതൽ ഇഷ്ടത്തോടെ താല്പര്യത്തോടെ വിവിധ സംഘടനകൾ അവയുടെ ചൈതന്യം നിലനിർത്തിക്കൊണ്ട് അവയുടെ നന്മയുടെ കണങ്ങൾ സമൂഹത്തിലേക്ക് പ്രസരിപ്പിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളത് വലിയ മാതൃകയാണ്, വലിയ സന്തോഷം നൽകുന്ന കാര്യമാണ്. നമ്മൾ നവജീവൻ ചാരിറ്റബിൾ ട്രസ്റ്റ് കഴിഞ്ഞ വർഷങ്ങളിൽ നടത്തിയ ആളുകൾ തമ്മിലുള്ള ആശയ കൈമാറ്റങ്ങളിലൂടെ അത് പരസ്യമാക്കി മാറ്റിക്കൊണ്ട് പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു സംഘടനയാണ് ഇത്. 9 പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചതിൻ്റെ ഒരു റിപ്പോർട്ടാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. തീർച്ചയായും നമ്മളുടെ ഇടവകയെ സംബന്ധിച്ചിടത്തോളം ഇടവകയുടെ പരിധിയിൽ ഇത്തരത്തിലുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്നുള്ളത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ജോസ് മുണ്ടക്കലച്ചൻ നമ്മുടെ ഒരു മെമ്പറിനെ പോലെ ഈ ട്രസ്റ്റുമായി ചേർന്ന് പ്രവർത്തിച്ചു എന്ന് ആമുഖമായിട്ട് പറയുകയുണ്ടായല്ലോ. അച്ഛനെ സംബന്ധിച്ചിടത്തോളം അച്ഛൻ ഇടവകയുടെ എല്ലാ കാര്യങ്ങളിലും ദീർഘവീക്ഷണത്തോടെ ഇടപെടുന്ന ഒരാളായിരുന്നു. പലപ്പോഴും ഞാൻ അച്ഛൻ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് വലിയ അഭിമാനവും സന്തോഷവും തോന്നി. ഒരുപക്ഷെ ഞാൻ ജനിക്കുന്നതിനൊക്കെ മുമ്പ് തന്നെ അച്ഛനായ ആളാണ് ജോസ് അച്ഛൻ. അപ്പോൾ ഇത്രയും വർഷത്തെ പ്രവർത്തന പരിചയവും അച്ഛൻ്റെ കഴിവുകളും പ്രാർത്ഥനാ രീതിയും എല്ലാം നമ്മുടെ ഈ ഇടവക സമൂഹത്തിന് വലിയ മുതൽക്കൂട്ടായിരുന്നു. അത് തീർച്ചയായും പള്ളിയിൽ ഒതുങ്ങി നിൽക്കാതെ പള്ളിക്ക് പുറത്ത് ഇത്തരത്തിലുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്താൻ സംഘടനകളുമായി ചേർന്ന് പ്രവർത്തിക്കുന്നതിലൂടെ അത് കൂടുതൽ തേജസ്സുള്ളതും ഊർജ്ജസ്വലവുമായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പോൾ അച്ഛൻ ഈ ട്രസ്റ്റിൻ്റെ ഒരു മെമ്പറിനെ പോലെ പ്രവർത്തിച്ചു എന്ന് പറഞ്ഞ് ഞാൻ ആഗ്രഹിക്കുന്നത് ഈ ട്രസ്റ്റിൻ്റെ ഒരു മെമ്പർഷിപ്പ് എടുക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് മുതൽ ഞാനും ഈ ട്രസ്റ്റിൻ്റെ ഒരു സജീവ മെമ്പറായിരിക്കും എന്ന് അറിയിക്കുന്നു. നമ്മൾ ഈ ചാരിറ്റബിൾ ട്രസ്റ്റ് അല്ലെങ്കിൽ പൊതുമേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാ കാര്യങ്ങളിലും, പ്രത്യേകിച്ച് നമ്മുടെ കുടുംബങ്ങളാണെങ്കിലും സമൂഹത്തിലെ പ്രവർത്തനങ്ങളാണെങ്കിലും ഓരോരുത്തരുടേതായ ഉത്തരവാദിത്തങ്ങളുണ്ട്. അത് പൂർണ്ണതയിൽ നിറവേറ്റുമ്പോഴാണ് എല്ലാം ഭംഗിയായിട്ട് മാറുന്നത്. നമ്മൾ മനുഷ്യരുടെ മാത്രമല്ല ജീവികളുടെ ഉദാഹരണങ്ങൾ നോക്കിയാലും അത് നമുക്ക് വ്യക്തമാകും. ഓരോരുത്തരും അവരവരുടെ ഉത്തരവാദിത്തങ്ങൾ ഭംഗിയായി നിർവഹിച്ചാൽ മാത്രമാണ് ആ ഒരു ജീവിത ചക്രം പൂർത്തിയാക്കാൻ സാധിക്കും. ഉദാഹരണം പറഞ്ഞാൽ നമുക്ക് അത്ര പരിചയമില്ലാത്ത ഒരു ജീവിയാണ് കടൽ കുതിര എന്ന് പറയുന്ന ജീവി. അത് കടലിൽ വസിക്കുന്ന ഒരു കുതിരയുടെ ചെറിയ ആകൃതിയുള്ള എന്നാൽ നീണ്ട വാലുള്ള നീന്താൻ അറിയാവുന്ന ഒരു ജീവിയാണ് കടൽ കുതിര. മറ്റെല്ലാ ജീവികളും സ്ത്രീകളാണ് കുഞ്ഞിനെ പ്രസവിക്കുന്നത്. കടൽ കുതിരയുടെ രീതി അനുസരിച്ച് ആൺ കടൽ കുതിരയുടെ കുതിരഭാഗത്തുള്ള ഒരു ചെറിയ ഒരു സഞ്ചിയിലേക്ക് പെൺ കടൽ കുതിരയുടെ ഒരു മുട്ടകൾ നിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത്. പെൺ കടൽ കുതിര വന്ന് ഈ മുട്ടകൾ ആൺകുതിരയുടെ ഉദരഭാഗത്തുള്ള സഞ്ചിയിൽ നിക്ഷേപിക്കും. അതിനുശേഷം ആ ഉദരഭാഗത്തെ സഞ്ചിയിൽ കിടന്ന് ആ മുട്ട
പതുക്കെ വളർന്ന ഭ്രൂണമായി അത് വളർന്ന് പുതിയ കുഞ്ഞുങ്ങളായി അവൻ ആൺ കടൽക്കുതിരയുടെ ഉദരത്തിൽ നിന്നാണ്, ആ സഞ്ചിയിൽ നിന്നാണ് കുഞ്ഞുങ്ങൾ പുറത്തേക്ക് വരുന്നത്. എന്ന് പറഞ്ഞ് ദൈവം മനുഷ്യരെ മാത്രമല്ല മൃഗങ്ങളെയും സൃഷ്ടിച്ചിരിക്കുന്നത് ഓരോരുത്തരും ചെയ്യാനുള്ള ഉത്തരവാദിത്വങ്ങൾ കൃത്യതയോടെ ചെയ്യാനുള്ള കഴിവും അതിനുള്ള അവസരവും അതിനുള്ള എല്ലാവിധ സംവിധാനങ്ങളും ഒരുക്കിയാണ് ദൈവം മനുഷ്യരെയും മൃഗങ്ങളെയും ഒക്കെ സൃഷ്ടിച്ചിരിക്കുന്നത്. അവരവരുടെ ജോലി പൂർത്തിയാക്കുമ്പോൾ ആ വംശത്തിൻ്റെ മുഴുവൻ്റെയും അഭിവൃദ്ധിയാണ് ഉണ്ടാകുന്നത്. ആൺകടൽ കുതിര മറ്റെല്ലാ ജീവികളും കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നത് പെൺവർഗത്തിൽപ്പെട്ട ആളുകളാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇത് ചുമക്കാൻ പറ്റുകയില്ല എന്ന് തീരുമാനിച്ചാൽ ആ ജീവിവർഗം എന്നേക്കുമായിട്ട് നിന്നു പോകും. അതേസമയത്ത് അവർ പ്രകൃതിയുടെ നിയമം അനുസരിച്ച് ദൈവം അവർക്ക് കൊടുത്ത രീതി അനുസരിച്ച് ഭംഗിയായി ആ കാര്യങ്ങൾ ചെയ്യുന്നു. അത് അടുത്ത തലമുറയുടെ പിറവിക്ക് കാരണമായി മാറുന്നു. അപ്പോൾ ഈ വിധത്തിൽ നമ്മൾ ഒരു ട്രസ്റ്റിൽ പ്രവർത്തിക്കുമ്പോൾ, ഒരു സാമൂഹ്യ സേവന രംഗത്ത് പ്രവർത്തിക്കുമ്പോൾ ഓരോരുത്തർക്കും നീളമായ ഉത്തരവാദിത്തങ്ങൾ നൽകിയിരിക്കുന്നു. അത് കൃത്യമായി പൂർത്തീകരിക്കാൻ സാധിക്കുമ്പോൾ, ഓരോരുത്തരും വ്യക്തിപരമായി അത് വിജയിക്കുമ്പോഴാണ് ആ ട്രസ്റ്റിൻ്റെ മുഴുവൻ്റെയും വിജയം കൈവരുന്നത്. അപ്പോൾ ഒരാളുടെ പ്രവർത്തന മികവ് എന്ന് പറയുന്നത് തൊട്ടടുത്തിരിക്കുന്ന ആളുടെ കയ്യിൽ കൂടി പിടിക്കാൻ സാധിക്കുമ്പോഴാണ് അത് 100% എത്തുന്നത്. തന്നെ പ്രവർത്തിച്ച് നമുക്ക് വിജയിക്കാൻ പറ്റും. പക്ഷേ അടുത്തിരിക്കുന്ന ആളുടെ കൈ കൂടെ കൂട്ടിപ്പിടിച്ച് ഒന്നിലധികം കൈകൾ ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ അതൊരു വലിയ വിജയമായിട്ട് മാറും. നവജീവൻ ചാരിറ്റബിൾ ട്രസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിൽ കൂട്ടായ്മയുടെ, ഐക്യത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, കരുതലിൻ്റെ ഇപ്പോൾ ഉള്ളത്. തുടർന്നും ഈ കൂട്ടായ്മ നിലനിർത്തുവാൻ സാധിക്കട്ടെ എന്ന് ഹൃദയപൂർവ്വം ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഈ കൂട്ടായ്മയിൽ എത്തിച്ചേർന്നിരിക്കുന്ന ട്രസ്റ്റിൻ്റെ കുടുംബാംഗങ്ങളെല്ലാവരെയും പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. നമ്മുടെ നാടിൻ്റെ പുരോഗതിക്ക് വേണ്ടി, നന്മയ്ക്ക് വേണ്ടി പ്രവർത്തന മികവോടെ കാര്യങ്ങൾ ചെയ്യുവാനും പ്രകാശം പരത്തുവാനും ഈ ട്രസ്റ്റിന് ഇനിയും സാധിക്കട്ടെ എന്ന് ഹൃദയപൂർവ്വം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഇന്നത്തെ ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. പേരാവൂർ ലയൺസ് ക്ലബിൻ്റെ പ്രസിഡന്റ് ടോമി സാറെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഏറെ സ്നേഹബഹുമാനപ്പെട്ട വികാരി അച്ഛ, ഈ യോഗത്തിൻ്റെ അധ്യക്ഷനായ ഷാജി വൈദക്കല്, ബഹുമാനപ്പെട്ട മദർ, നമ്മുടെ ഉദ്ഘാടന പ്രസിഡന്റായ CB നീറ്റുകണ്ണിൽ, വേദിയിലുള്ള മറ്റ് വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട മെമ്പർമാരെ, കുടുംബാംഗങ്ങളെ, ആദ്യമായിട്ട് ഈ ഒരു ചടങ്ങിലേക്ക് എന്നെ ക്ഷണിച്ചതിനുള്ള എല്ലാ നന്ദി ഞാൻ ആദ്യമായിട്ട് അറിയിക്കട്ടെ. നമ്മുടെ ഉദ്ഘാടന പ്രസംഗത്തിൽ അച്ഛൻ വളരെ അർത്ഥവത്തായ ഉദാഹരണ സഹിതം ഈ ഓരോ മെമ്പേഴ്സിനും, അല്ലെങ്കിൽ ഈ ലോകത്തുള്ള ഓരോ വ്യക്തികളും ഉത്തരവാദിത്വം എന്താണ് ഏൽപ്പിച്ചിരിക്കുന്നത് അത് പൂർത്തിയാക്കുവാനുള്ള ഉത്തരവാദിത്വം അവർക്കുണ്ട് എന്നുള്ളൊരു സന്ദേശം വളരെ കൃത്യമായിട്ട് അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മളുടെ എല്ലാ ജീവിത ലക്ഷ്യങ്ങളിൽ അത് നമുക്ക് ജന്മനാൽ തന്നെ തന്നിരിക്കുന്നതാണ്. അതിനെ നമ്മൾ ഫലപ്രദമായിട്ട് വിനിയോഗിക്കുമ്പോൾ മാത്രമാണ് നമ്മളുടെ ജീവിതവും അർത്ഥപൂർണമാകുന്നത്. തീർച്ചയായിട്ടും ഈ അച്ഛൻ്റെ സന്ദേശം നമുക്ക് ഉൾക്കൊണ്ടുകൊണ്ട് മുമ്പോട്ട് പ്രവർത്തിക്കാനുള്ള ഒരു പ്രചോദനം കൂടിയായിട്ടാണ് ഞാൻ ഇന്നലെ കാണുന്നത്. ഞാൻ ഈ നവജീവൻ ചാരിറ്റബിൾ ട്രസ്റ്റ് വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നിങ്ങളുടെ പ്രവർത്തനത്തെ ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്കിതിനു മുമ്പ് നിങ്ങളുടെ ചടങ്ങിൽ പങ്കെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇത് തുടങ്ങിയ കാലം മുതൽ ഇന്നേ ദിവസം വരെ ഈ സമൂഹ പ്രദേശങ്ങളിലുള്ള നിരവധി ആളുകൾക്ക് അതിൻ്റെ ഒരു താങ്ങും തണലും അവർക്ക് അർഹതപ്പെട്ട സമയത്ത് അർഹതപ്പെട്ട ഒരു സഹായം എത്തിക്കുവാനായിട്ട് ഈ നവജീവൻ ട്രസ്റ്റ് സാധിച്ചിട്ടുണ്ടെന്നുള്ളതിന് എനിക്ക് നിരവധി ഉദാഹരണത്തോടെ എനിക്ക് അറിയാവുന്നതാണ്. അതുപോലെ തന്നെ ഈ ലയൺസ് ക്ലബ്ബ് എന്ന് പറയുന്നത് അതും ഒരു സാമൂഹ്യ പ്രവർത്തനവും ചാരിറ്റബിൾ നടത്തുന്ന ഒരു
പ്രസ്ഥാനം മാത്രമാണ്, അതല്ലാണ്ട് മറ്റ് ഒരു പ്രസ്ഥാനമല്ല ഞങ്ങൾ കാണുന്നത് പോലെ. തീർച്ചയായിട്ടും ഈ കഴിഞ്ഞ ഇവിടുത്തെ ഉണ്ടായ പ്രളയത്തില് ഒരു 3-4 ഘട്ടങ്ങളിലായിട്ട് ലയൺസ് ക്ലബിന്റെ സഹായം ഈ നാട്ടിലുള്ള അർഹതപ്പെട്ടവർക്ക് നമുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഈ ട്രസ്റ്റുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് നമുക്ക് പ്രവർത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് ഏറെ ശ്ലാഘനീയമായ പ്രവർത്തനങ്ങൾ നിങ്ങൾ കാഴ്ചവെക്കുന്നത് കൊണ്ടാണ് നമുക്കും നിങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ സാധിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും മുമ്പോട്ടുള്ള നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും, എല്ലാ നല്ല പ്രവർത്തനങ്ങൾക്കും, നിങ്ങളുടെ ഈ സംരംഭത്തിനും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. റിപ്പോർട്ട് അവതരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട സെക്രട്ടറിയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. ഇങ്ങനെയുള്ള ഒരു ജീവിതത്തിന് ആശ്വാസത്തിന്റെ കരുതലിന്റെ ഒരു കൈത്താങ്ങാവുക എന്ന ലക്ഷ്യത്തോടെയാണ് 2018 നവജീവൻ ട്രസ്റ്റ് സ്ഥാപിതമാകുന്നത്. നിർദ്ദിഷ്ടരായ ക്യാൻസർ രോഗികൾക്കും അതുപോലെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മൂലം ചികിത്സ അപ്രാപ്യമായവർക്കും ചെറുതെങ്കിലും കഴിയുന്ന ഒരു സഹായം ചെയ്യുക എന്നതാണ് ഈ ട്രസ്റ്റിന്റെ പ്രധാന ലക്ഷ്യം. ഇതിനുവേണ്ടി എല്ലാ മാസവും കണ്ണൂർ മലബാർ ക്യാൻസർ സെന്ററുകളിൽ നിന്നും ഡോക്ടറെ കൊണ്ടുവരികയും രോഗികളെ പരിശോധിച്ച് അവർക്ക് ആവശ്യമായ മരുന്നുകൾ ഓരോ മാസവും സൗജന്യമായി എത്തിച്ചു നൽകുകയും ചെയ്യുന്നു. ആവശ്യമുള്ള രോഗികൾക്ക് ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ വാഹന സൗകര്യം ചെയ്തു കൊടുത്ത് അവരെ പരിശോധന സ്ഥലത്ത് എത്തിക്കുകയും തിരിച്ചു വീട്ടിൽ എത്തിക്കുകയും ചെയ്യാറുണ്ട്. വീട്ടിൽ കിടപ്പ് രോഗികൾക്ക് ഡോക്ടർ ഹോം കെയറും നഴ്സിംഗ് ഹോം കെയറും ചെയ്തു കൊടുക്കുന്നു. കൂടാതെ ആവശ്യമുള്ളവർക്ക് ഭക്ഷ്യസാധനങ്ങൾ എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. തീരെ അവശതയായി വീടുകളിൽ കഴിയുന്ന രോഗികൾക്ക് ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ പാലിയേറ്റീവ് സൗകര്യവും ചെയ്തു കൊടുക്കുന്നു. വികലാംഗനായ ഒരു വ്യക്തിക്ക് ബാംഗ്ലൂരിൽ നിന്നുള്ള സംഘടനയുടെ സഹകരണത്തോടെ ഒരു പുനകാൽ വെച്ച് കൊടുക്കുകയുണ്ടായി. ഭവനങ്ങളിൽ കിടപ്പ് രോഗികളായി കഴിയുന്നവർക്ക് ആവശ്യമായ വിവിധ ഇനം കട്ടിലുകൾ, വാട്ടർ ബെഡ്, വാക്കർ, വീൽ ചെയർ മുതലായ അവർക്ക് സൗജന്യമായാണ് നൽകുന്നത്. പണി പൂർത്തിയാകാതെ പാതി വഴിയിൽ നിലച്ചുപോയ ഒരു വീടിന്റെ നിർമ്മാണത്തിന് വേണ്ടി സാമ്പത്തിക സഹായം ചെയ്യുകയും ഭവനത്തിന്റെ പണി പൂർത്തീകരിച്ച് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. 2019 മുതൽ പിതാവിനെ നഷ്ടപ്പെട്ട ഒരു വിദ്യാർത്ഥിയുടെ പഠനത്തിനും മറ്റ് പ്രതിമാസം 4000 രൂപ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ കൊടുത്തു വരുന്നു. അബി ജോൺ എന്ന വ്യക്തിയാണ് ഇതിനു വേണ്ട ക്രമീകരണങ്ങൾ ഞങ്ങൾക്ക് ചെയ്തു തന്നത് എന്ന കാര്യം സ്നേഹത്തോടെ ഇവിടെ സ്മരിക്കുന്നു. ഓണം, ക്രിസ്മസ് പോലുള്ള വിശേഷ ദിവസങ്ങളിൽ അതാത് പ്രദേശത്ത് അർഹരായവരെ കണ്ടെത്തി അവർക്ക് ആവശ്യമായ ഭക്ഷണസാധനങ്ങളുടെ കിറ്റ് നൽകി വരുന്നു. വിവരം ലഭിക്കുന്നതനുസരിച്ച് ഓരോ പ്രദേശത്തും വിവിധ രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഭവനങ്ങൾ സന്ദർശിച്ച് അവർക്ക് ആവശ്യമായ സഹായങ്ങൾ ട്രസ്റ്റിന്റെ പരിധിക്കുള്ളിൽ നിന്നും ചെയ്തു കൊടുക്കാറുണ്ട്. ട്രസ്റ്റിന്റെ ഇത്രയും കാലത്തെ പ്രവർത്തനത്തിനിടയിൽ ഏറെ അഭിമാനിക്കാവുന്നതും ദീർഘനാളത്തെ അധ്വാനത്തിന്റെയും അവർക്ക് ഇടയിൽ വളരെയേറെ വിമർശനങ്ങളും ഏറ്റുവാങ്ങിയ ചില സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട്. വളരെ ഏറെ കുറ്റപ്പെടുത്തലുകളും ആരോപണങ്ങളും ഉയർന്നിട്ടും ഏറ്റെടുത്ത ഉത്തരവാദിത്തത്തിൽ നിന്നും പിന്നോക്കം പോകാതെ അത് പൂർത്തീകരിച്ച ചരിത്രമാണുള്ളത്. 2 വർഷം മുമ്പുണ്ടായ പ്രളയത്തിൽ വീട് നഷ്ടപ്പെട്ട ഒരു കുടുംബത്തിന്റെ ദയനീയാവസ്ഥ ആരെയും കരളിയിപ്പിക്കുന്നതായിരുന്നു. എപ്പോൾ വേണമെങ്കിലും ഇടിഞ്ഞു വീഴാതായ ഭവനം, പ്രായമേറിയ അമ്മയും രോഗിയായ മകനും, കുടുംബം തികച്ചും പരിതാപകരമായ അവസ്ഥയിൽ കഴിയുന്ന അവർക്ക് നല്ലൊരു വീട് എന്ന ഒരു സ്വപ്നം മാത്രമായിരുന്നു. ഈ അവസരത്തിൽ സ്നേഹബഹുമാനപ്പെട്ട നെടുമ്പുറം വികാരിയച്ച, പറയേണ്ടതെന്ന് ഇപ്പോൾ ഈ നിമിഷം ഞാൻ ചിന്തിച്ചിട്ടില്ല. ആശംസകൾ പറയണമെന്ന് തന്നെ ഇപ്പോഴാണ് അറിയിച്ചത്. അതിനാൽ തന്നെ പറയണമെന്ന് ഞാൻ പറഞ്ഞതായിരുന്നു. സാധാരണ പറയുന്ന പോലെ എല്ലാം ഔദ്യോഗികമായിട്ട് പറയും. എല്ലാവർക്കും എല്ലാവിധ ഭാവുകങ്ങളും നന്മകളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ കോർഡിനേറ്റർ, ഇടവക വികാരി കോർഡിനേറ്റർ പോൾസ് സാറിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. പ്രിയമുള്ളവരെ, ബഹുമാനപ്പെട്ട വികാരിയച്ച, ബഹുമാനപ്പെട്ട മക്കളെ, വേദിയിലേക്ക് വിശിഷ്ട വ്യക്തികളെ, നമ്മുടെ ഇടയിൽ നമ്മൾ ഒരുമിച്ച് കൂട്ടായ്മയിൽ എല്ലാവരും വന്നിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാരെ, എന്താ പറയേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
ആദ്യമൊക്കെ ഞാനിവിടെ വന്ന് നോക്കുക, ഇതിന്റെ ബാക്കിലേക്ക് നോക്കുക, അവിടെ ലക്ഷക്കണക്കിന് രൂപയുടെ ഉപകരണങ്ങൾ ഇരിക്കുക. ഇതൊന്നും നമ്മുടെ ഈ നാട്ടില് അവർ സ്പോൺസർ ചെയ്തിട്ടാണെങ്കിലും ഇവരുടെ പ്രവർത്തനത്തിന് ഫലമായിട്ട് കൊണ്ടുവന്ന് സമാഹരിച്ച് കൊണ്ടുവന്ന് ഇവിടെ വിജയത്തിലേക്ക് കൊണ്ടുപോയത്. കാരണം ഇപ്പം നമുക്കറിയാം ഇത് ഇരിക്കുന്ന ഉപകരണങ്ങളൊന്നും നമ്മൾ സാധാരണ വ്യക്തി രോഗിയെ കിടക്കുന്ന ഒരു കുടുംബത്തില് അവരുടെ വ്യക്തികൾക്ക് സ്വന്തമായി മേടിച്ചു വെക്കാൻ വേണ്ടി എല്ലാവർക്കും സാധിച്ചു തരികയാണ്. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തില് ഇവിടുന്ന് നമുക്ക് ഇവിടെ മാത്രമല്ല, ഞാനിതിനകത്ത് അത്ര ആക്റ്റീവായുള്ള പ്രവർത്തനങ്ങളൊന്നും എനിക്കില്ല. ഈ നാട്ടിൽ മാത്രമല്ല, നെടുമ്പറഞ്ഞാൽ പ്രദേശം മാത്രമല്ല, പൂളക്കുറ്റി ഇവിടുന്ന് അത് തന്നെയല്ല, കുറെ ഇതിൽ നിന്ന് കുറെ ദൂരത്തിലുള്ള സ്ഥലത്തേക്ക് നമ്മുടെ ഇവരെ ഇവിടുന്ന് ഉപകരണങ്ങൾ കൊടുക്കുകയും ആഹാരവും വസ്ത്രവും അതുപോലെ മെഡിസിൻ മരുന്നുകളും നൽകി സഹായിച്ചു എന്ന് അറിഞ്ഞപ്പോൾ ഒത്തിരിയേറെ സന്തോഷമുണ്ട്. അതുപോലെ തന്നെ സെക്രട്ടറി അവർ ആദ്യത്തെ സംസാരിച്ചു, ഇവിടുന്നകത്ത് ചെയ്തവർ അവരുടേതായിട്ടുള്ള കാര്യങ്ങളും ഞാനാണ് ചെയ്തതെന്ന് ഇവരാരും പറയുന്നില്ല. ഞാൻ ഇത്ര എടുത്തു അല്ലെങ്കിൽ ഞാൻ ഇത്ര ചെയ്തു, ആരും പറയാൻ ആഗ്രഹിക്കില്ല. അത് തന്നെ ഏറ്റവും കൂടുതൽ സ്പർശിച്ചൊരു കാര്യം. അത് സ്വന്തമായിട്ട് അവർ ചെയ്തിട്ട് ചെയ്യുകയും മറ്റുള്ളവരിൽ നിന്ന് എനിക്കറിയാം, ഇവിടുന്ന് പെരുന്നാളൊക്കെ നടക്കുമ്പോൾ ഒരു ബക്കറ്റ് കൊണ്ട് ഒരു ഇവിടെയൊക്കെയുള്ള മാന്യമായിട്ട് ജീവിക്കുന്നത് നമുക്ക് അവരൊക്കെ തകഞ്ഞ പോലുള്ളവരൊക്കെ യാതൊരു വിഷമമില്ലാതെ ജനങ്ങളുടെ മുമ്പിൽ കൈനീട്ട് അവർക്ക് വേണ്ടുന്നല്ല, അവർക്കൊക്കെ സ്വസ്ഥമായിട്ട് ജീവിക്കാനുള്ള വകയുള്ളതാ. ഈ പറയപ്പെടുന്ന സാധുക്കളായ രോഗികൾക്ക് വേണ്ടിയിട്ട് അവര് കൈനീട്ടി മേടിച്ചുകൊണ്ട് വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പൊ എന്തൊക്കെയായാലും അതിൽ നിർമ്മിക്കുന്നില്ല. ഈ സംരംഭത്തിന്റെ എല്ലാവിധ ഭാവങ്ങളും ഞാൻ നേടുന്നു. ഇനി മുന്നോട്ട് നന്നായിട്ട് പോകട്ടെ. അച്ഛനിപ്പോൾ നമുക്ക് പുതിയ മെമ്പറെ കിട്ടിയിട്ടുണ്ട്, വലിയ സന്തോഷമായി. കാരണം അച്ഛൻ മെമ്പറായിട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഭാഗം വിജയിച്ചെന്നുള്ളതാണ് എന്റെ വിശ്വാസം. അപ്പം ഇതെല്ലാം നല്ല രീതിയിൽ പോകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. അടുത്തായിട്ട് നന്ദി പറയുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ പ്രിയപ്പെട്ട മെമ്പറായ ശ്രീ സാറെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. ഈ കുടുംബ സംഗമത്തിന്റെ അധ്യക്ഷൻ നമ്മുടെ ട്രസ്റ്റിന്റെ പ്രസിഡന്റ് KC ഷാജി, ഇത് ഉദ്ഘാടനം ചെയ്ത് പ്രധാനപ്പെട്ട പഞ്ചായത്ത് അധികാരി കഥയച്ഛൻ, അതുപോലെ ആശംസകൾ അർപ്പിക്കാനുള്ള ചെയ്തിരിക്കുന്ന വ്യക്തിത്വങ്ങളെ വേദിയിൽ താല്പര്യമുള്ള ബഹുമാനിയെ എൻ്റെ കടമ നന്ദി പറയുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും വളരെ ഭംഗിയായിട്ട് കാര്യങ്ങൾ ഇവിടെ സംസാരിച്ചു കഴിഞ്ഞു. കൂടുതലായിട്ടൊന്നും തന്നെ പറയുന്നില്ല. ഞാൻ എല്ലാവരുടെയും ആത്മാർത്ഥമായ സഹകരണം മുൻപോട്ട് ഞങ്ങൾക്കുണ്ടാകണം. നാട്ടുകാരുടെയും സുഹൃത്തുക്കളുടെയും എല്ലാം സഹകരണം ഈ പ്രസ്ഥാനം മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് വലിയതാണെനിക്ക് എൻ ജീവനേക്കാളും നീ വലിയതാണെനിക്ക്. ആരാധന 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 ആരാധന
തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങെപ്പോലെ യേശുവേ. തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങെപ്പോലെ യേശുവേ. ജീവനേ സ്നേഹമേ അങ്ങേ മാറിൽ ചാരുന്നു ഞാൻ. ജീവനേ സ്വന്തമേ അങ്ങേ മാറിൽ ചാരുന്നു ഞാൻ. എൻ പ്രേമഗീതമാ എന്നേശുനാഥനേ, എൻ ജീവനേക്കാളും നീ വലിയതാണെനിക്ക്. എൻ ജീവനേക്കാളും നീ വലിയതാണെനിക്ക്. ആരാധന 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 മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ കടന്നു. ആദ്യമായി ഈ യോഗം അധ്യക്ഷത വഹിക്കുന്ന ഷാജിയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, പ്രത്യേകിച്ച് പറയണ്ട. എല്ലാവരും അറിയാം. കാരണം ഇതിന് നേതൃത്വം എന്ന് പറയുന്നത് ഏത് പ്രസ്ഥാനത്തിന് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അപ്പം അത് തീർച്ചയായിട്ടും ഷാജിയത് വളരെ ഭംഗിയായിട്ട് ഈ ട്രസ്റ്റിനെ കൊണ്ടുവന്നു. തീർച്ചയായിട്ടും ഞങ്ങളുടെ എല്ലാം പൊന്മാർ കേരളത്തോട് തന്നെ എല്ലാം ആലോചിച്ചുകൊണ്ട് കൃത്യമായി മുമ്പോട്ട് പോകുന്നു. ഞാൻ നിങ്ങളുടെ എവരുടെയും പേരിൽ അതുപോലെ ഈ ട്രസ്റ്റിൻ്റെ കീഴിൽ കഴിഞ്ഞ രണ്ടാമതായിട്ട് ബഹുമാനപ്പെട്ട വികാരി സെക്രട്ടേറിയറ്റിന് ഒത്തിരി സ്നേഹത്തോടെ ഞാൻ നടത്തുന്നു. കാരണം അതിനെ ക്ഷണിക്കാൻ പോയപ്പോഴും ഞാൻ ഉണ്ടായിരുന്നു. അതിനുമായിട്ട് ഈ പറഞ്ഞ പോലെ ഒന്ന് രണ്ട് പ്രാവശ്യങ്ങളിൽ അതിന് സംസാരിക്കാൻ പോയി. ഞാൻ മനസ്സിലാക്കുന്ന ഞാൻ പറഞ്ഞ പോലെ ഒരു പ്രത്യേകത നിറഞ്ഞൊരു കാര്യത്തിനാണ് വന്നിരിക്കുന്ന എന്ന കാര്യത്തിൽ സംശയമില്ല. ആ പ്രത്യേകത തന്നെ നെടുപ്പറഞ്ചാലിനെ മാറ്റിമറിക്കുവാൻ പ്രാപ്തമാകുമെന്ന ഒരു വിശ്വാസം എനിക്കുണ്ട്. അച്ഛനുമല്ല, അച്ഛൻ നമ്മുടെ ട്രസ്റ്റിൻ്റെ മെമ്പറാകുകയും കൂടെ ചെയ്തപ്പോൾ എന്തോ ഒരു വല്ലാത്തൊരാഗ്രഹം അദ്ദേഹത്തിൻ്റെ അടുത്തിൽ നിന്നും ഉണ്ടാകുകയാണ്. തീർച്ചയായിട്ടും അച്ഛൻ ഞങ്ങൾക്ക് തരുന്ന ആ വലിയ ശക്തിക്ക് അച്ഛന് ഞങ്ങൾ വളരെ ബഹുമാനത്തോടെ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളു. ഇനിയും ഞാൻ നന്ദി പറയേണ്ടത് ഇവിടെ ആശംസകൾ അർപ്പിച്ച ലയൻസിൻ്റെ പ്രസിഡന്റ് ടോമി ജോസഫ് സാറിനാണ്. ടോമി ജോസഫ് സാറിന് എനിക്ക് പരിചയമില്ല എങ്കിലും ഷാജി പറഞ്ഞുള്ള അറിവ് എനിക്കുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ ക്ഷണം സ്വീകരിക്കുകയും ഇവിടെ വരികയും നല്ല ആശംസ നൽകുകയും ചെയ്ത ബഹുമാനപ്പെട്ട ടോമി ജോസഫ് സാറിന് ഇതിൻ്റെ ഏവരുടെയും പേരിലും ഈ പ്രശ്ന പരിണതമായി നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ ആശംസകൾ അർപ്പിച്ച പോൾ പാർലമെന്റ് പോളിന് ഞാൻ വളരെ വലിയൊരു സുഹൃത്തു കൂടിയാണ്. പണ്ടുകാലം തൊട്ടുള്ള ഒരു സ്നേഹബന്ധം അങ്ങനെ ആ കുടുംബവുമായി തന്നെ എനിക്കുണ്ട്. തീർച്ചയായിട്ടും പോലെ ഈ ട്രസ്റ്റിന് കാര്യമായ ഒരു ഉപകാരിയാണ്. ഞാൻ എന്താണെന്ന് ഒന്നും പറയുന്നില്ല, കാരണം ഇതൊന്നും പറയാൻ കാര്യമില്ല. തീർച്ചയായിട്ടും പോളി ചെയ്ത ആ വലിയ സഹകരണത്തിന് വ്യക്തിപരമായിട്ട് ഞാൻ നന്ദി പറയുന്നു. അതോടൊപ്പം ഇവിടെ ഒന്ന് ആശംസകൾ അർപ്പിച്ചതിന് പോളിന് ഞാൻ വളരെ സ്നേഹപൂർവ്വം ഈ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അടുത്തതായിട്ട് ഇവിടെ റിപ്പോർട്ട് അവതരിപ്പിച്ച സിബി നമ്മുടെ സെക്രട്ടറിയാണ്, നമുക്കറിയാം. സിബി മണപ്പന്നയാണ് ഇപ്പോൾ താമസിക്കുന്നത്, തൊണ്ടിക്കാരനാണ്. തീർച്ചയായിട്ടും സിബി നമുക്കൊരു മുതൽക്കൂട്ടാണ്. എപ്പോഴും നമ്മുടെ പ്രസിഡന്റിൻ്റെ ഒരു ശക്തി കേന്ദ്രം തന്നെയാണ് ഇവിടെ. പ്രവർത്തനങ്ങൾക്കും സെക്രട്ടറിയുടെ ചേർന്നവർക്കും പ്രത്യേകമായ നന്ദി രേഖപ്പെടുത്തുന്നു.
അതോടൊപ്പം തന്നെ ഇവിടെ ആശംസകൾ എനിക്ക് പറയാൻ അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞെങ്കിലും നല്ലൊരു ആശംസയാണ്. ഒറ്റ വാക്കിൽ പറഞ്ഞെങ്കിലും അതൊരു ആശംസ തന്നെയായിരുന്നു. തീർച്ചയായിട്ടും ഉള്ളിൻ്റെ ഉള്ളിൽ അതിൻ്റെതായ ഒരു ശക്തിയുണ്ടല്ലോ. ആ ശക്തി തന്നെയാണ് പറഞ്ഞത്. നമ്മുടെ ജനറൽ ഗവൺമെൻറ്റിൻ്റെ മദർ അനി ഹൃദയമായ നന്ദി പ്രസിദ്ധ രേഖപ്പെടുത്തിക്കൊള്ളും. ഇനി ഇവിടെ നല്ലൊരു പാട്ടുപാടി ഹൃദയത്തിൻ്റെ ആ എല്ലാവർക്കും ആ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് എത്തിക്കാൻ പാകത്തിന് നല്ലൊരു സംഗീതം, അതും ഭക്തിസാന്ദ്രമായ ഒരു സംഗീതം അവതരിപ്പിച്ച എനിക്ക് എൻ്റെ രംഗമായ നന്ദി. ഇനി അതുപോലെ തന്നെ ഞാൻ നന്ദി പറയാൻ കടപ്പെട്ടിരിക്കുന്നത് നിങ്ങളാരും അറിയാത്ത ഒരു പ്രവർത്തകനാണ്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ നമുക്ക് ആർക്കും കാണാൻ പറ്റിയ പലപ്പോഴും ഞങ്ങൾ വഴക്ക് പറഞ്ഞാൽ പോലും ഒരു കുഴപ്പം ഇല്ലാണ്ട് നിൽക്കുന്ന നമ്മുടെ ജോമാനാണ്. ജോമാൻ തീർച്ചയായിട്ടും ഞങ്ങളുടെ വലിയ ശക്തിയാണ്. ജോമാൻ്റെ പ്രവർത്തനങ്ങൾ ആരും മനസ്സിലാക്കിയാൽ ജോമാനാണ് ശരിക്കും പറഞ്ഞാൽ ഈ കാണുന്ന ഈ പരിപാടികളെല്ലാം ആസ്വാദനം ചെയ്യുന്നതെല്ലാം ഒരുക്കിയതും ഞങ്ങളതിന് കൂടെ നിൽക്കുന്നതെന്ന് മാത്രമാണ്. ജോമാൻ്റെ ബുദ്ധിമുട്ട് ആ സമയം കണ്ടെത്തിയുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ ഞാൻ വളരെ ബഹുമാനത്തോടെ ശ്ലാഘനീയമായ രീതിയിൽ നന്ദി രേഖപ്പെടുത്തുകയാണ് അദ്ദേഹത്തിൻ്റെ പേരിൽ. അതോടൊപ്പം ഭരണസമിതി അംഗങ്ങളായിട്ടുള്ള അഡ്വക്കേറ്റ് എക്സിക്യൂട്ടീവ് മെമ്പർമാർ, അല്ലെങ്കിൽ അതുപോലെ തന്നെ പിന്നെ അങ്ങനൊരു എക്സിക്യൂട്ടീവ് ഇല്ല, ഞങ്ങളെല്ലാവരും എക്സിക്യൂട്ടീവാണ്. ഒറ്റക്കെട്ടായിട്ട് ഞങ്ങൾ ചെയ്യുന്നതുകൊണ്ട് അതിനൊരു പ്രത്യേകമായിട്ടൊരു എക്സിക്യൂട്ടീവാണ്. അതുകൊണ്ട് ഈ എക്സിക്യൂട്ടീവ് മെമ്പർമാർക്കെല്ലാം ഈ മെമ്പർമാർക്കെല്ലാം അധികമായ നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം നന്ദി രേഖപ്പെടുത്താനുള്ളത് ഞങ്ങൾക്ക് 2 നേഴ്സുമാരുണ്ട്. എപ്പോഴും ഞങ്ങളുടെ ഒപ്പമാണ്. എന്താവശ്യമുണ്ടെങ്കിലും വരും ടീമെടുക്കുകയാണെങ്കിൽ എങ്ങനെയായാലും വരുന്ന ചിന്തയുണ്ട്. സീന തിരിച്ചേരി. തീർച്ചയായിട്ടും ഇവർ 2 പേരും ഞാൻ ഇപ്പം നാളെ പരിപാടിക്ക് പോകണമെന്ന് രോഗികൾ കാണാൻ പോകണമെന്ന് പ്ലാനില്ല. പക്ഷെ അത് ഞങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ട്. അത് പിന്നെ അറിയിക്കാം. എനിക്ക് വരാമെന്ന് പറഞ്ഞതുമാണ്. തീർച്ചയായിട്ടും നാളെ വേണ്ടാന്ന് വെച്ചിട്ടുണ്ട്. പരിപാടിക്ക് ഉള്ളതുകൊണ്ട് വേണ്ടാന്ന് വെച്ചു. നിങ്ങൾക്ക് 2 പേർക്കും ഭയങ്കരമായ നന്ദി പ്രകടിപ്പിക്കുന്നുണ്ട്. ഇനിയും ഉള്ളത് ഇതോടൊപ്പം തന്നെ പറയേണ്ട സ്നേഹിത്ത്. നമ്മൾ വിചാരിക്കാത്ത ഒരു സൈലന്റ് വർക്കാണ്. ആരും അറിയാല്ല അവരുടെ പ്രവർത്തന രീതികൾ അങ്ങനെയാണ്. അങ്ങനെ തന്നെ വേണ്ടത്. ഒന്നും ആരും അറിയിക്കേണ്ട. ഇതെല്ലാം വളരെ സ്നേഹപൂർവ്വം ചെയ്തതാണ്. തീർച്ചയായിട്ടും പ്രസിദ്ധത്തിൽ ഞാൻ പ്രത്യേകമായി നന്ദി രേഖപ്പെടുത്തുകയാണ്. അതിൻ്റെ ഇനിയും നന്ദി രേഖപ്പെടുത്തുവാനുള്ളത് ഇവിടെ വന്നിരിക്കുന്ന കുടുംബാംഗങ്ങളെയാണ്. തീർച്ചയായിട്ടും നമ്മുടെ ഈ കുടുംബാംഗങ്ങളുടെ പിൻബലമില്ല എങ്കിൽ ഞങ്ങൾക്ക് ആർക്കും ഇവിടെ ഒന്നും ഇങ്ങനെ പ്രവർത്തിക്കാൻ സാധിക്കില്ല. തീർച്ചയായിട്ടും ചിലപ്പോൾ നമുക്ക് ദേശമൊക്കെ പരിപാലിക്കാം സമയത്തൊക്കെ. പക്ഷേ എന്ത് പറഞ്ഞാലും ശരി, ഈ അതിൻ്റെ ഒരു നന്മയുടെ വശം നമ്മൾ കണ്ടെത്തുമ്പോൾ നിങ്ങളുടെ എല്ലാം പിന്തുണ ഇപ്പോൾ കുറേ പേർക്കെങ്കിലും മനസ്സിലായി കാണും. ആ പിന്തുണ ഞങ്ങൾക്ക് തരണം, എപ്പോഴും ഉണ്ടായിരിക്കണം. അത് തരുന്ന. അപ്പോൾ കുടുംബാംഗങ്ങളായിട്ട് ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരും വളരെ സ്നേഹപൂർവ്വം ഞാൻ അധികമായി നന്ദി രേഖപ്പെടുത്തുകയാണ്. ഞാൻ അതുപോലെ തന്നെ നമ്മുടെ ഐവിഷൻ ചാനലിലെ വന്നായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ തോമാറ്റും കൂടെയുണ്ട്. ഐവിഷനിൽ ഞാൻ ഫണ്ട് ചെയ്താൽ അന്നേരം ആ സമയത്ത് എന്താ ചെയ്യേണ്ടത്, എന്താ പരിപാടി എന്ന് ചോദിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞ പരിപാടിയുണ്ട്, ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ വിളിക്കുന്നത്, ഞാൻ മറന്നുപോയായിരുന്നു. അദ്ദേഹം ഇവിടെ വന്നു. കാര്യമായിട്ട് തന്നെ വാർത്താ ചാനൽ ഉണ്ടാകും. അതുപോലെ തോമസ് കെട്ടി നമ്മുടെ ഒരു പഴയ പ്രകൃതിക്കാരൻ തന്നെയായിരുന്നു. ഇപ്പോൾ മനസ്സിലല്ല എന്നേ ഉള്ളൂ. നമ്മുടെ ഒരു സുഹൃത്തു കൂടിയാണ്. അദ്ദേഹത്തിനും ഞാൻ പ്രത്യേകമായി നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഇനി ഇവിടെ ഭക്ഷണം നമുക്ക് വൈകുന്നേരം ഭക്ഷണം ഉണ്ട്. തീർച്ചയായിട്ടും അതുകൊണ്ട് കുറേ കാര്യങ്ങൾ ഗവൺമെൻറ് ചെയ്യട്ടെ എന്ന് ഓർത്തത് ഞങ്ങൾ പല ആളുകളെ വിളിക്കാൻ വേണ്ടി ഞാൻ അവനെ ചുമതലപ്പെടുത്തിയേക്കുന്നതാണ്. ഞാൻ നേരിട്ട് വിളിക്കാത്ത അതുകൊണ്ടാണ്. ആരോടും വേറെ ഒന്നും കൊണ്ടല്ല. അപ്പോൾ പുതിയ ആളുകളെല്ലാം ഉയർന്നു വരണ്ടേ. എല്ലാ കാര്യത്തിലും നേരത്തെ മുതലേ സഹകരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പറയാതിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തങ്കാച്ചി ഈ പ്രായമായ അവസ്ഥയെ പോലും നമ്മളോട് കൂടി ഇവിടെ എത്തിച്ചേർന്നതിൽ നമ്മളെ എന്താ പറയുക, ഒന്നും പറയാൻ വാക്കുകളില്ല. അത്രയും വലിയൊരു സംഭവമായിട്ട് തന്നെ കാണുന്നു. പ്രത്യേകിച്ച് ജെയ്സൺ നമ്മുടെ മെമ്പറാണ്. കൊത്തിയിരുന്നാണ് അദ്ദേഹം വന്നത്. ജെയ്സനെ വിട്ടുപോയതാണ്.
തീർച്ചയായിട്ടും എല്ലാവരും സ്നേഹത്തോടെ ഞങ്ങളോട് ചേർത്ത് വെച്ചുകൊണ്ട് ഈ പരിപാടികൾ അവസാനിപ്പിച്ചതായി അറിയിക്കുന്നു. ആളുകൾക്ക് എന്തെങ്കിലും സർവീസ് ചാർജ് തരാൻ മാർഗമുള്ള ആളുകൾക്ക് സർവീസ് ചാർജ് മേടിക്കുന്നത്, അല്ലാത്തൊരു ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ശ്രദ്ധപ്പെടുത്തണം. ഒരു ഫ്രീസർ കൊണ്ടുപോയി വീട്ടിൽ കൊണ്ട് വെക്കാൻ സാഹചര്യം ഇല്ലാത്ത ബാക്കി എല്ലാ കാര്യങ്ങളും തീർത്തും സൗജന്യമായിട്ടാണ് കൊടുക്കുന്നത്. ഒരു രൂപ പോലും നമ്മൾ മേടിക്കില്ല. ഏതെങ്കിലും കംപ്ലൈൻ്റ് ആക്കി കൊണ്ടുവന്നാൽ പോലും അവരോട് നമ്മളൊന്നും പറയാറില്ല. അപ്പോൾ തന്നെ മേടിച്ച് വെക്കുക ചെയ്യുന്നത്. തീർച്ചയായിട്ടും ആ കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധയിൽപ്പെടുത്തണം. ഓക്കെ, താങ്ക് യു.